ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ശിവകാർത്തികേയൻ ചിത്രം അമരൻ. ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടി പിന്നിട്ട അമരൻ റിലീസ് ചെയ്ത് ആഴ്ചകൾക്കിപ്പുറവും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഇപ്പോഴിതാ ഈ വർഷത്തെ കോളിവുഡ് ചിത്രങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയിൽ ബുക്ക് മൈ ഷോയിൽ അമരൻ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. വിജയ് നായകനായി എത്തിയ ഗോട്ടിനെ മറികടന്നുകൊണ്ടാണ് അമരൻ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 17.7 ലക്ഷം ടിക്കറ്റുകളാണ് വിജയുടെ ദ ഗോട്ടിന്റേതായി വിറ്റഴിഞ്ഞത്. അതേസമയം അമരൻ 17,83,465 ടിക്കറ്റുകൾ വിറ്റൊഴിഞ്ഞു. സിനിമയുടെ ജനപ്രീതി കണക്കിലെടുത്ത് ചിത്രം OTT-യിലെത്താൻ വൈകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയാണ്. വിജയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് നിലവിൽ കോളിവുഡിൽ നിന്നും ഉയരുന്ന ഉത്തരം ശിവകാർത്തികേയൻ എന്നാണ്. വിജയ് നായകനായ ഗോട്ടിൽ ശിവകാർത്തികേയനും അതിഥി വേഷത്തിലെത്തിയിരുന്നു. ചിത്രത്തിൽ വിജയ് ശിവകാർത്തികേയന് നിർണായക രംഗത്ത് തോക്ക് കൈമാറുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു. തോക്ക് കൈമാറുന്നത് തന്റെ ഒന്നാം നിര താരപദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നതായിട്ടായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ മാസം 31-നാണ് റിലീസ് ചെയ്തത്. കമൽഹാസന്റെ നിർമ്മാണ കമ്പനിയായ രാജ് കമലാണ് ചിത്രം നിർമ്മിച്ചത്. റിലീസ് ദിനം മുതൽ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് അമരൻ കാഴ്ചവെച്ചതും. രാജ്യത്തിന് വേണ്ടി പൊരുതി ജീവൻ നൽകിയ മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതകഥ ആസ്പദമാക്കിയെത്തിയ ചിത്രമായിരുന്നു അമരൻ. ശിവകാർത്തികേയൻ മുകുന്ദ് വരദരാജായി എത്തിയ ചിത്രത്തിൽ ഇന്നും മുകുന്ദിന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന അവരുടെ ഭാര്യ ഇന്ദു റബേക്ക വർഗീസായി എത്തിയത് സായ് പല്ലവിയായിരുന്നു. എത്ര വർഷം കഴിഞ്ഞാലും മുകുന്ദിന്റെ ജീവൻ തുടിക്കുന്ന ഓർമ്മകൾ എനിക്കൊപ്പം ഉണ്ടാവും. പക്ഷെ ജനം അദ്ദേഹത്തെ മറന്നേക്കാം. അത് പാടില്ല. എല്ലാവരുടെ മനസ്സിലും മുകുന്ദ് ഉണ്ടായിരിക്കണം എന്ന ഇന്ദുവിന്റെ ആഗ്രഹമാണ് ഈ സിനിമയിലൂടെ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണവും. മുകുന്ദിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് കാണികൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി എങ്ങനെ സിനിമയാക്കാൻ സാധിക്കുമെന്ന പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള ഉത്തരമായിരുന്നു അമരൻ എന്ന സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും വിജയ് ചിത്രത്തെയും വീഴ്ത്തി ചിത്രത്തിന്റെ കുതിപ്പ് തുടരുമ്പോൾ ഇനി വിജയ്ക്ക് പകരം ശിവകാർത്തികേയൻ മാത്രമെന്നാണ് ആരാധകരും ഉറപ്പിച്ചു പറയുന്നത്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.